2026 മാർച്ച് 23 സിറാജ് എഡിറ്റോറിയൽ. പശ്ചിമേഷ്യ ചർച്ചകളിലേക്ക് ആര് വഴിവെട്ടും? ഇറാനിൽ ലക്ഷ്യങ്ങൾ നേടിക്കഴിഞ്ഞുവെന്നാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അതുകൊണ്ട് ആക്രമണം അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം സൂചന നൽകിയിരുന്നു. എന്നാൽ ട്രംപിന്റെ പ്രഖ്യാപനങ്ങൾ നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും അദ്ദേഹം പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നുമാണെന്ന്. പ്രത്യാക്രമണങ്ങൾ കൂടുതൽ രൂക്ഷമാകാനുള്ള നീക്കങ്ങളിൽ നിന്ന് ഒട്ടും പിൻവാങ്ങാതെയാണ് ട്രംപ് വിജയത്തെക്കുറിച്ചും സമാധാന സാധ്യതയെക്കുറിച്ചും സംസാരിച്ചത്. ഈ പ്രസ്താവനയ്ക്ക് പിറകെ വന്ന ഭീഷണിപ്പെടുത്തലുകൾ കണ്ടാൽ ആക്രമണം നിർത്തുകയല്ല, വ്യാപിപ്പിക്കുകയാണ് യുഎസ് പ്രസിഡന്റിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്ന് വ്യക്തമാകും. 48 മണിക്കൂറിനകം ഹോർമുസ് തുറന്നില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിക്കുമെന്നാണ് ട്രംപിന്റെ പുതിയ ഭീഷണി. ട്രംപ് ഭരണകൂടത്തിലെ നിരവധി ഉന്നതർ അദ്ദേഹത്തിന്റെ ആക്രമണത്വരയെ തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട്. ട്രംപ് മുന്നോട്ട് വെച്ച പ്രധാന ലക്ഷ്യമായ ഇറാനിലെ ഭരണം അട്ടിമറിക്കുകയെന്നതിനെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് തുടക്കത്തിലെ തള്ളിപ്പറഞ്ഞതാണ്. കൃത്യമായ ലക്ഷ്യം നിർണയിക്കാത്ത ഈ ആക്രമണം എത്ര നാൾ നീളുമെന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നായിരുന്നു ഹെഗ്സെത്തിന്റെ വെളിപ്പെടുത്തൽ. ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് മേധാവി ജനറൽ ഡാൻ കെയ്ൻ പറയുന്നത്, ഇറാനിൽ മുന്നോട്ട് വെച്ച ഒരു ലക്ഷ്യവും എളുപ്പം നേടാനാകില്ല. ലക്ഷ്യം പുനർനിർവചിക്കണമെന്നാണ്. ഇറാനെ ആക്രമിക്കുന്നത് അമേരിക്കൻ താൽപര്യത്തിലല്ലെന്നും ഇസ്രായേലിന് വേണ്ടിയുള്ള ഈ യുദ്ധത്തിൽ യുഎസ് ആളും അർത്ഥവും ഇറക്കുന്നത് വിഡ്ഢിത്തമാണെന്നും ചൂണ്ടിക്കാട്ടി നാഷണൽ കൗണ്ടർ ടെററിസം സെന്റർ മേധാവി ജോ കെന്റ് സ്ഥാനം രാജിവെച്ചു. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം നിയന്ത്രണത്തിലാക്കാൻ സൈന്യത്തെ അയക്കണമെന്ന ട്രംപിന്റെ ആവശ്യം നാറ്റോ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും തള്ളിക്കളഞ്ഞു. അങ്ങേയറ്റം ക്ഷുഭിതനായാണ് ട്രംപ് ഇതിനോട് പ്രതികരിച്ചത്. ഭീരുക്കളുടെ സംഘമാണ് നാറ്റോ എന്നും ഈ നിലപാടിന്റെ തിക്തഫലം അവർ അനുഭവിക്കുമെന്നും ട്രംപ് തുറന്നടിച്ചു. യൂറോപ്യൻ രാജ്യങ്ങൾ താൻ നൽകിയ സേവനങ്ങൾ മാനിക്കുന്നില്ലെന്നും ട്രംപ് പരാതിപ്പെട്ടു. ചുരുക്കത്തിൽ, താൻ എത്തി നിൽക്കുന്ന വിഷമാവസ്ഥയിൽ നിന്നും ഒറ്റപ്പെടലിൽ നിന്നും പുറത്തു കടക്കാനാകാത്ത സ്ഥിതിയിലാണ് ട്രംപ് ഉള്ളത്. ഇറാനിലുണ്ടാക്കിയ നേതൃഹത്യയും ഇസ്രായേൽ യുഎസ് സൈനിക നീക്കം സൃഷ്ടിച്ച കെടുതികളും മുൻനിർത്തി സൈനിക നീക്കത്തിൽ നിന്ന് പിൻവാങ്ങാനാകുമോ? എന്ത് ലക്ഷ്യം നേടിയെന്ന് പറയും? എന്ത് സമാധാന പദ്ധതികളാണ് മുമ്പിലുള്ളത്? ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ലാത്ത ട്രംപ് ഇസ്രായേലിന് വേണ്ടിയുള്ള യുദ്ധം തുടർന്നു കൊണ്ടുപോകുന്നതാണ് പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ ഈ 4ാം വാരത്തിലും കാണുന്നത്. ഏത് സംഘർഷത്തിലും കൂടിയാലോചനയുടെ സാധ്യത തെളിഞ്ഞു വരാറുണ്ട്. പക്ഷേ വലിയ നഷ്ടങ്ങളും ക്രൂരതകളും അനുഭവിച്ച ഇറാൻ തന്നെ ഇതിന് മുൻകൈയെടുക്കണമെന്ന ശാഠ്യം എത്രമാത്രം പ്രതിലോമകരമാണ്. അറബ് അയൽ രാജ്യങ്ങളെ ആക്രമിക്കേണ്ടി വരുന്നതിൻ്റെ സാഹചര്യം ഇറാൻ പലവട്ടം വ്യക്തമാക്കിയിട്ടുണ്ട്. ചില ആക്രമണങ്ങൾ തങ്ങളല്ല നടത്തിയതെന്നും ഇക്കാര്യത്തിൽ സംയുക്ത അന്വേഷണം നടക്കണമെന്നും തെഹ്റാൻ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഹോർമുസിന്റെ കാര്യത്തിൽ ശത്രു രാജ്യങ്ങളെ മാത്രമേ തടയുന്നുള്ളൂവെന്ന വിശദീകരണവും ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളിൽ സംയുക്ത അന്വേഷണത്തിന് തയ്യാറായി എന്നത് ഒരർത്ഥത്തിൽ ചർച്ചകൾക്കുള്ള വാതിൽ തുറക്കലാണ്. ഈ സാഹചര്യത്തിൽ യുഎസിന്റെ ഭാഗത്തു നിന്നുള്ള മുൻകൈയാണ് ആക്രമണ വിരാമത്തിന് അനിവാര്യമായിട്ടുള്ളത്. അത്തരമൊരു നീക്കത്തിന് ഇറാൻ അനുകൂലമായി പ്രതികരിക്കണം. തങ്ങളെ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കാനുള്ള സയനിസ്റ്റ് കുതന്ത്രത്തെ ഇതുവരെ അതിജീവിച്ചു നിന്ന ഗൾഫ് രാജ്യങ്ങൾ സിവിലിയന്മാരെയും സൈനികേതര കേന്ദ്രങ്ങളെയും ലക്ഷ്യമിടുന്നതിനെ അപലപിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആക്രമണ വ്യാപനം ഇസ്രായേലിന്റെ അധിനിവേശ ലക്ഷ്യങ്ങൾക്കാണ് ഗുണം ചെയ്യുകയെന്നും അവർ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ചർച്ചകളിലേക്കുള്ള വഴിവെട്ടാൻ നേരത്തെ ഇടനില വഹിച്ച ഒമാൻ അടക്കമുള്ള അറബ് രാജ്യങ്ങൾക്ക് സാധിക്കും. ഈ പ്രത്യാക്രമണത്തിന് ജയപരാജയം കൃത്യമായി വ്യവച്ഛേദിക്കാവുന്ന അന്ത്യം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. സാധ്യമായ പരിഹാരം വെടിനിർത്തലാണ്. ചരിത്രപരമായി എല്ലാ കക്ഷികൾക്കും അനിവാര്യമായ ഘട്ടത്തിലാണ് വെടിനിർത്തൽ സാധ്യമാകുക. വെടിനിർത്തൽ നിലനിൽക്കണമെങ്കിൽ ഓരോരുത്തർക്കും ഒരു പരിധിവരെ വിജയം അവകാശപ്പെടാൻ കഴിയണം. അതിനർത്ഥം എല്ലാ കക്ഷികൾക്കും സ്വന്തം നാട്ടിൽ മുഖം രക്ഷിക്കാനും സംഘർഷത്തിൽ നിന്ന് നിശബ്ദമായി പിന്മാറാനും അനുവദിക്കുന്ന സാഹചര്യം രൂപപ്പെടുത്തുകയെന്നതാണ്. ആക്രമണ വ്യാപനം നടക്കുന്നില്ലെന്ന് ഇരുപക്ഷവും ഉറപ്പുവരുത്തുകയാണ് ഇതിന് ആദ്യം വേണ്ടത്. ഇറാന്റെ ഭാഗത്ത് നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം കുറച്ചുകൊണ്ടുവരണം.
അറബ് രാജ്യങ്ങളാകട്ടെ തങ്ങളുടെ മണ്ണിലെ സൈനിക താവളങ്ങൾ ഇറാനെ ആക്രമിക്കുന്നതിന് ഉപയോഗിക്കുന്നതിൽ നിന്ന് US പിൻവാങ്ങണമെന്ന് നിർബന്ധിക്കണം. ഈ പ്രക്രിയ വിജയത്തിലെത്തിയാൽ ഇസ്രായേൽ മാത്രം ആക്രമണ വ്യാപനത്തിന് കൊതിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തും. ഇറാനിലെ പാർസ് ദ്വീപിലെ വാതകപ്പാടം ഇസ്രായേൽ ആക്രമിച്ചത് തങ്ങളുടെ അറിവോടെയല്ലെന്ന് ട്രംപ് ഭരണകൂടം വ്യക്തമാക്കിയിരുന്നു. യുദ്ധം തന്റെ നിയന്ത്രണത്തിലല്ലെന്ന് ട്രംപ് സമ്മതിക്കുന്നതിന് തുല്യമാണിത്. റഷ്യ, ചൈന, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾ അവയുടെ പങ്ക് നിർവഹിക്കുക കൂടി ചെയ്താൽ ആക്രമണ വിരാമം സാധ്യമായേക്കാം. യുദ്ധത്തിൽ ആരും ജയിക്കുന്നില്ല, എല്ലാവരും തോൽക്കുകയാണ് ചെയ്യുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ലോകം ഇതിന് തെളിവാണ്.